മുഖ്യമന്ത്രിയാകാൻ പഠിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന് വി. ശിവൻകുട്ടി. പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും പുച്ഛമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. നേമത്ത് ബി.ജെ.പിയെ സഹായിച്ച് പറവൂരിൽ ബി.ജെ.പി വോട്ടുകൾ വാങ്ങുക എന്ന ഡീലാണ് സതീശൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പരിഹാസ മറുപടിയുമായി വി.ഡി. സതീശനും പോരുമുറുക്കി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനം നടത്തി മന്ത്രി വി. ശിവൻകുട്ടി. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചതിന്റെ തുടർച്ചയായിരുന്നു സഭയിൽ കണ്ടത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ നിയമസഭാ പ്രസംഗം. പ്രതിപക്ഷ നേതാവ് സഭയിൽ തരം താണ പ്രവർത്തനങ്ങൾ നടത്തുന്നെന്നും ശിവൻകുട്ടി ആരോപിച്ചു. സഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ്. ഇന്നലത്തെ സമരത്തിനിടെ സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമമുണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവാണ്. സഭയിലെ അക്രമങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകിയെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സഭയിൽ കള്ളം പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും പുച്ഛമാണ്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകാൻ പഠിക്കുകയാണ് എന്നും വി. ശിവൻകുട്ടി പരിഹസിച്ചു. ഇന്നലത്തെ സമരം കനകോലുവിന്റെ പദ്ധതിയാണ്, എന്നാൽ വിരട്ടലൊന്നും തങ്ങളോട് വേണ്ടെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. ആവശ്യമില്ലാതെ വിരട്ടൽ വേണ്ട. ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ട് ഇവിടെ നിന്ന് പോകേണ്ടി വരും. അതിൽ സംശയം വേണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിപക്ഷ നേതാവും ബി.ജെ.പിയും തമ്മിൽ രാഷ്ട്രീയ ധാരണയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആരോപിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വി. ശിവൻകുട്ടി ബി.ജെ.പി ഡീലുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത്. നേമം മണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവന കേവലം ഒരു വ്യക്തിഗത തീരുമാനമല്ല. അത് ബി.ജെ.പിയുമായി ഉണ്ടാക്കിയ കൃത്യമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. നേമത്ത് ബി.ജെ.പിയെ സഹായിക്കുക, പകരം പറവൂരിൽ ബി.ജെ.പി വോട്ടുകൾ കോൺഗ്രസിന് ഉറപ്പാക്കുക, ഇതാണ് ഈ ഡീലിന്റെ അടിസ്ഥാനമെന്നും വി. ശിവൻകുട്ടി പറയുന്നു. വി.ഡി. സതീശന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒത്തുകളി പുറത്തു വരുമ്പോൾ ഉണ്ടായ പരിഭ്രമമാണെന്നും ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേ സമയം താലോലിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് വി.ഡി. സതീശൻ കൈക്കൊള്ളുന്നത്. വർഗീയ ശക്തികളുമായി ചങ്ങാത്തം കൂടി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ഈ നീക്കം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് ചർച്ചയെ താഴ്ത്തിക്കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുകളെയും AKG സെന്ററിനെയും പഴിച്ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം സതീശന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി ആരോപിക്കുന്നു. രാഷ്ട്രീയ നിലപാടുകളെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തവരാണ് വില കുറഞ്ഞ പ്രയോഗങ്ങളുമായി വരുന്നത്. ബി.ജെ.പിയുമായുള്ള വഴിവിട്ട ബന്ധം മറച്ചുവെക്കാൻ നടത്തുന്ന ഈ നാടകങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല. വികസനവും മതേതരത്വവും ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ ബി.ജെ.പി പ്രീണനം ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും വി. ശിവൻകുട്ടി പറയുന്നു. നേമത്ത് മത്സരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വി. ശിവൻകുട്ടി വെല്ലുവിളിച്ചപ്പോൾ ഇതിന് പരിഹാസം നിറഞ്ഞ മറുപടിയായിരുന്നു വി.ഡി. സതീശൻ നൽകിയത്. മന്ത്രി ശിവൻകുട്ടി വലിയൊരാളാണ്, എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ളയാളാണ് അദ്ദേഹം. എനിക്കതിൽ തർക്കമില്ല. നല്ല നിലവാരമുള്ള ആളാണ്. ഞാൻ ശിവൻകുട്ടിയേക്കാൾ നിലവാരം കുറഞ്ഞ ആളാണ്. അപ്പോൾ തർക്കമില്ലല്ലോ എന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചിരുന്നു.